നടന്ന് അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി പോണു. ഇത് ഈ ഉണർന്നു വരികയാണ്. അതിൽ വെയിലൊന്നും അടിച്ചു തുടങ്ങിയിട്ടില്ല, എന്നാലും സൂര്യൻ തലക്ക് മേലെ ഉദിച്ചു തുടങ്ങി. അപ്പം പയ്യെ പയ്യെ ഇങ്ങനെ നീങ്ങണം. ഇവിടെ നിന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റേഷൻ. ഇവിടെ ഇങ്ങനെ ബസ്സും കാത്ത് നിൽക്കുന്ന ടാസ്ക്. എങ്ങനെ നിൽക്കണം? അപ്പം അതിൻ്റെ ഇടയിൽ ഒരാളിനെ വിളിക്കുന്നു. ജി हाँ हाँ काम करता था लेकर कभी हाथ मुश्किल है। मैं कल मुल्क से आया, इसलिए मेरे पास कुछ नहीं पैसा। मैं चेक करेगा, पैस में चेक करेगा क्या क्या कितना है तो मैं दिया। मैंने नहीं बोलना था, डॉक्टरों ने मुझे कह दिया। मालूम मेरे को मालूम, लेकिन मैं कल में मुल्क से आया, इसलिए ड्यूटी में ज्वाइन नहीं किया। इससे क्या करेगा? घर में सब खैर है ना? मालूम मेरे को मालूम। चलो ये कोई बात नहीं, मेहरबानी आपकी। और कुछ नहीं है मेरे पास, इसलिए मैं वो दिया। ओके सॉरी, माफ कीजिए। ओके दुआ करो। ओके ठीक है ठीक है. അപ്പം അങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു പാവം വാപ്പാടൊക്കെ പ്രായം ഉണ്ടാവും, എന്ത് ചെയ്യാ. പക്ഷെ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇവിടെ. അങ്ങോട്ട് അവിടെ ലേബർ ക്യാമ്പ് കണ്ട. അപ്പം ഈ ലേബർ ക്യാമ്പിൽ പണിയെടുക്കുമ്പോൾ വീണതാ. അപ്പം അങ്ങോട്ട് വയ്യ, നാട്ടിൽ പോവാണ്, എന്തെങ്കിലും തരണോ നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇതിൽ കാണിച്ചു പോയതുണ്ട്, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ബസ് കാത്ത് നിൽക്കുവാണ്. കേസ് ബസ് വന്നിട്ടില്ല.